ബീഹാറിലൂടെയുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് യാത്രയിൽ കുറച്ച് മലയാളികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ബീഹാറിൽ കഴിയുന്നവരാണ്, ഇവിടെ തന്നെ ജോലിയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ചോദിക്കാം, അവർക്ക് ഇവിടെ വോട്ടുണ്ട്, അവരോട് ചോദിക്കാം ബീഹാറിലെ വോട്ടെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഏത് സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു, നിലവിലെ സർക്കാരിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എത്ര നാളായിട്ട് ഇവിടെയുണ്ട്? ഞാനിവിടെ ഒരു 30 വർഷമായിട്ട് ഈ പട്നയിലുണ്ട്. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുവാണ്. ഞങ്ങളിവിടെ ഒരു 200-250 ഫാമിലി ഉണ്ട് ഇവിടെ. എല്ലാവരും ഇങ്ങനെ വൈകിട്ട് ഞങ്ങളിവിടെ കൂടുന്ന ഒരു സ്ഥലമാണ് മിക്കവാറും ഒക്കെ. എൻ്റെ പേര് ജെയിംസ് മാത്യു. ഇത് ആനന്ദപുരിയാണ്. ആനന്ദപുരി നമ്മുടെ പട്ന. എങ്ങനെ പേരെങ്ങനെ? ജോയൽ. എന്ത് ചെയ്യും? പഠിക്കുവാണോ? വർക്ക് ചെയ്യുക. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പം ഒരു ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഗവൺമെന്റ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഇപ്പം കോൺഗ്രസിന്റെ ഇപ്പം രാഹുൽ ഗാന്ധി വന്ന ഭാരത് ജോഡോ യാത്ര, പിന്നെ വോട്ട് ചോട്ട് അതുപോലെ അധികാരി യാത്ര, അതൊരു പോസിറ്റീവ് ചേഞ്ച് ആവുന്നുണ്ട്. ചാൻസ് ഉണ്ട് ചേഞ്ച് ആവാൻ. അങ്കിൾ ഇവിടെ എത്ര വർഷമായി വന്നിട്ട്? ബീഹാറിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ട്? ഞാൻ വന്നിട്ട് 40 വർഷമാകുന്നു. എങ്ങനെയാ? പേരെങ്ങനെയാ? എൻ്റെ പേര് PM എബ്രഹാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? എങ്ങനെയുണ്ട് രാഷ്ട്രീയ കാലാവസ്ഥ? ഇവർക്ക് ചിലപ്പോൾ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്നാലും തീർത്ത് പറയാൻ പറ്റും. ലാസ്റ്റ് മൊമെൻ്റ് എങ്ങനെ ചേഞ്ച് ആകുമെന്നുള്ളത്, എന്നാലും ചേഞ്ച് ആകാനുള്ള സാധ്യത കാണുന്നത്. അതായത് 20 വർഷമായിട്ട് നിതീഷ് കുമാറിൻ്റെ ഭരണമാണ്. ഇവിടെ വികസനം അതായത് എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ടോ? വികസനം എല്ലാ മേഖലയിലെത്തുള്ളൂ വെച്ചാൽ പിന്നെ പട്നയിലൊക്കെ എത്തിയിട്ടുണ്ട്, സിറ്റിയിലൊക്കെ. മറ്റുള്ള മേഖലയിലേക്കുള്ള ഗ്രാമങ്ങളിലും എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. 40 വർഷമായിട്ട് ബീഹാറിലുള്ള ആളാണല്ലോ. അപ്പം പണ്ട് ഈ 1980കളിലേക്ക് ഇവിടേക്ക് വരുമ്പോഴുള്ള ഒരു സാഹചര്യവും നിലവിലത്തെ ബീഹാറിൻ്റെ അവസ്ഥ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടത്തെ സാഹചര്യമായിട്ട് ഇപ്പോഴത്തെ ഇത് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ NDA മുന്നണിയിലെ പല നേതാക്കളും പറയുന്നത് പണ്ട് കാലത്ത് ഇവിടുത്തെ ഭരണം ഒരു ജംഗിൾ രാജ് ആയിരുന്നു, വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിന്നത്. അങ്ങനെ അതിൽ നിന്ന് ഇപ്പം മാറ്റമായിട്ടുണ്ടോ? കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് പൊതുവെ ആൾക്കാർ ഡെവലപ്പ് ചെയ്തതിൻ്റെ രീതിയുള്ള ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട് ആൾക്കാർ. നേരത്തെ അത്രയും ഇല്ലായിരുന്നു. ഇപ്പം അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് വോട്ടും? ഇവിടെ തന്നെയാണ് വോട്ടും. എങ്ങനെയാണ് സ്ത്രീകളുടെ അഭിപ്രായം കൂടെ നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വോട്ടെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട് വോട്ട്. എങ്ങനെ പോകുന്നു? അതായത് നമ്മുടെ സ്വാഭാവികമായിട്ട് നാട്ടിലത്തെ ഒരു വോട്ടെടുപ്പിൻ്റെ ആരവങ്ങളോ അത്തരത്തിലുള്ള പ്രചാരണങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല. അതില്ല, ഇല്ല. അത്തരത്തിലുള്ളൊരു വോട്ടെടുപ്പ് ശൈലിയല്ലേ? അല്ല, നമുക്ക് ഇഷ്ടമുള്ളവർ പോയിട്ട് ചെയ്യുക വരിക അങ്ങനെയൊക്കെയുള്ള. നാട്ടിലേക്ക് ഒരു സ്ട്രിക്റ്റ് ഇല്ല. ചേട്ടന് എത്ര നാളായി ഇവിടെ വന്നിട്ട്? എത്ര നാളായി? ഞാനൊരു 15 വർഷമായി. അപ്പം അതിനു മുമ്പ് 2001 വന്നിരുന്നു. പിന്നെ കുറച്ച് നാൾ നാട്ടിൽ പോയി ജോലി ചെയ്തു. പിന്നെ രണ്ടാമത് തിരിച്ചു വന്നു. നമ്മുടെ നാട്ടിലെ വോട്ടെടുപ്പും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താണ് അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തത ഇവിടെ തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചാരം നാട്ടിലെയാണ് ഒന്നും കൂടെ കാണാനും ആരവമുള്ളത്. അതെ, ഇവിടെ അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ജാതി വ്യവസ്ഥ അനുസരിച്ചുള്ള കൂടുതലും ജാതി വ്യവസ്ഥ അനുസരിച്ചുള്ള പ്രചാരണവും കാര്യങ്ങളും ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. നാട്ടിൽ ഞാൻ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള പ്രചാരണങ്ങളാണ് ഏറ്റവും നല്ലത്. അതുതന്നെയാണ് തോന്നുന്നത്. ഇവിടെ ആരാണ് ഇനിയിപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നതെന്നുള്ള പല റിപ്പോർട്ടുകളിലും പല സർവേകളിലും പല ചോദ്യങ്ങളും പല ഉത്തരങ്ങളും വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരധികാരത്തിൽ വരുമെന്നാണ് തോന്നുന്നത്? അത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു 90 കാലഘട്ടം തൊട്ട് കാണുന്നതാണ്. അത് നമ്മുടെ ലാലുജിയുടെ സമയത്ത് ഇവിടെ മാറ്റങ്ങൾ എപ്പോഴും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാലുജി വന്നതിന് ശേഷം ഈ ജാതിപരമായിട്ടുള്ള ഈ താത്തി കെട്ടിയിരുന്ന ആൾക്കാരെ എല്ലാം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം കൊണ്ട് സാധിച്ചു തുടക്ക സമയത്ത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ജംഗിൾ രാജ് എന്ന് പറയുന്ന ഒരു കൺവെർഷനിലേക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം വന്നതിന് ശേഷം പിന്നീടൊരു മാറ്റമാണ് ഉണ്ടായത്. അത് 15 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ നിതീഷ് ജി വന്നതിന് ശേഷമാണ്. ആ സമയത്തും തുടക്ക സമയത്തും ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതും പിന്നീട് വന്നതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു മീഡിയയും പറയാത്ത വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ മൂന്നാമതൊരു ശക്തി വന്നിട്ടുണ്ട്, പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത്. ആ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ആൾ പറയുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്, നമ്മൾ കേട്ട കാര്യമാണ്. വിദ്യാഭ്യാസവും പിന്നെ ഈ പലായനം, അതായത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം. ഇന്ന് ഡൽഹി, ഹരിയാന, UP, ഗുജറാത്ത്, കേരളത്തിൽ കുറേ കേരളം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ബീഹാറിൽ നിന്നുള്ള ആൾക്കാരില്ലെങ്കിൽ ആകെ
വർക്ക് നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഇല്ലെന്നുള്ളതല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇവിടെ നിന്നുള്ള ജനങ്ങളാണ് പോയി. അതായത് ഈ ബീഹാറിൽ നിന്ന് 3 കോടിയിലധികം ജനങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങൾ തൊഴിലിന് വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ ഭീകരമായിട്ടുള്ള തൊഴിലില്ലായ്മ ഇവിടെ നിലവിലുണ്ട്. തൊഴിലില്ലായ്മ വളരെ കാര്യമായിട്ട് നിലവിലുണ്ടെന്ന് മാത്രമല്ല, ഇവിടുന്ന് ജനങ്ങൾ ചെറിയ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ടാണ്, ഒരു സാലറിക്ക് വേണ്ടിയിട്ടാണ് പുറത്ത് ജോലി ചെയ്യുന്നത്. മുഴുവൻ ഈ ലേബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള പല അവർക്കെല്ലാം പക്ഷേ അവർക്ക് പിന്നെ ഇപ്പം ഇലക്ട്രീഷ്യൻ, അത് ഇത് മെക്കാനിക്കൽ ബേസ് ഉള്ളവരൊക്കെ തന്നെയാണ്. അത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചൊന്നും ആയിരിക്കണം നിർബന്ധമില്ല. ഇവർ വെളിയിലേക്ക് പോകണം. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയും പിന്നെ ബേസിക്കലി വേണ്ടത് ഇവരെല്ലാം മറന്നു പോയിരിക്കും, വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സംഭവമാണ്, എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ ഒരു സംഭവം, ഇത് രണ്ടുമാണ് ഈ പുതിയ പാർട്ടി പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ അധികാർ യാത്രയും വോട്ട് കൊള്ള ആരോപണങ്ങളും ഇപ്പം നിലവിൽ വന്നിട്ടുള്ള SIR ഒക്കെ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്താൻ സാഹചര്യമുണ്ടോ? ബീഹാറിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഒന്നും പെട്ടെന്ന് ആർക്കും പിടികിട്ടാത്ത ഒരു രാഷ്ട്രീയമാണ്. കാരണം ഈ സാറിന് കിട്ടിയ 75 വർഷം കഴിഞ്ഞിട്ടും ബീഹാർ എന്നുള്ളത് തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് സോഷ്യലിസ്റ്റിൻ്റെ ഒരു ശക്തി ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന ബീഹാർ, UP കാര്യങ്ങളൊക്കെ ഇവിടെ കർപ്പൂരി താക്കൂർ ഉള്ള ജനനായകന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ മനോഹർ ലോഹിയുടെ കാര്യങ്ങളൊക്കെ ഈ ഇവിടുത്തെ നേതാക്കന്മാർ ലാലു പ്രസാദ് ആയാലും നിതീഷ് കുമാർ ആയാലും അതുപോലെ തന്നെ BJPയുടെ നേതാക്കന്മാരെല്ലാം ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്ന നേതാക്കന്മാരാണ്. അപ്പം ബീഹാറിൻ്റെ എല്ലായിടത്തും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോഴും വളരെ ശക്തമാണ്. അതേപോലെ തന്നെ കോൺഗ്രസിനും വോട്ട് ബാങ്കുകൾ പല ഏരിയയിലും ഉണ്ട്. പക്ഷേങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ ഒറ്റയ്ക്ക് ജയിപ്പിക്കാനുള്ള പവർ പലർക്കും അവർക്കില്ല. എന്നാലും അവർ നല്ലൊരു ശക്തിയാണ്. അതേപോലെ തന്നെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നുള്ള ഈ ഇടതുപക്ഷമല്ല, അങ്ങനെയുള്ള ഒരു CPM എന്ന് പറയുന്ന കേരളത്തെ അവർ അതുമായിട്ട് കമ്പയർ ചെയ്യില്ല. കാരണം ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് പൈസയ്ക്ക് പുറകെ പോകുന്ന രാഷ്ട്രീയമാണ്. പക്ഷേ ഇവിടുത്തെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് CPI-ML എന്ന് പറയുന്നത് മാർക്കറ്റ് ലിബറേഷൻ, അവളെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വളരെ ശക്തമായ വളരെ ശക്തമായവരാണ്. ഒരു 10-40 കോൺസ്റ്റിറ്റ്യൂഷൻസെങ്കിലും വളരെ ശക്തമായ ബേസിക് ഉള്ള ഒരു പാർട്ടിയാണ്. അവർ കാൻഡിഡേറ്റ് കഴിഞ്ഞ വർഷം 10-12 സീറ്റ് അവർ ജയിച്ചു. ഈ പ്രാവശ്യം അവർക്ക് നല്ല സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ യാത്രയും അതിനോട് തേജസ്വി യാദവും അതിനോട് ചേർന്ന് തന്നെ അവർ ഒന്നിച്ചാണ് പ്രവർത്തിച്ചത് ഈ ഓടിച്ചവർ. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷനെ സ്വാധീനിക്കുന്നത് ഒന്നുമല്ല. ഇതിന് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പ് ഏകദേശം 1.25 കോടി ആൾക്കാരെ അക്കൗണ്ടിലേക്ക് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ 400 രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 1700 രൂപ ക്ഷേമ പെൻഷനാക്കിയിട്ട് ഏകദേശം 1.25 കോടി ആൾക്കാർ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അത് ഈ ഇലക്ഷനെ സ്വാധീനിക്കും എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ ഓഗസ്റ്റ് മാസം മുതൽ 125 യൂണിറ്റ് ഇലക്ട്രിസിറ്റി എല്ലാ ഗാർഹിക യൂണിറ്റിനും 125 യൂണിറ്റ് ഇലക്ട്രിസിറ്റി സൗജന്യമായി കൊടുത്തു. അതേപോലെ തന്നെ ഏകദേശം 40 ലക്ഷം മഹിളകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം ഒറ്റ ദിവസമായിട്ട് ഏകദേശം 40 ലക്ഷം മഹിളകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ച് ഇടും. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു മേൽക്കൈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് വരെ ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ ശക്തമായൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. ആ മേൽക്കൈക്ക് താഴ്ത്തി കെട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ, ലുട്ടിലൊടുക്ക പരിപാടികളൊക്കെ ഇവർ ചെയ്തിട്ടുകൾ അത് സ്വാധീനിക്കുന്നുള്ളത് തീർച്ചയായിട്ടും പോട്ട്. പിന്നെ പ്രത്യേകിച്ച് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര നിരീക്ഷണം നടത്തിയാലും ബീഹാറിലെ ജാതി രാഷ്ട്രീയം വളരെ ഒരു ശക്തമായ ഒരു നിലപാടാണ്. ജാതി രാഷ്ട്രീയത്തിൻ്റെ ഏത് കാൻഡിഡേറ്റിൽ എത്ര നല്ല വർക്ക് ചെയ്താലും കാൻഡിഡേറ്റ് ഏത് ജാതിയാണെന്നുള്ളതൊക്കെ ആ മണ്ഡലത്തിലെ ജാതി രാഷ്ട്രീയം അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് അതായത് ബീഹാറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള പാർട്ടികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇവിടെ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥയ്ക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അതിപ്പോഴും അന്തരീക്ഷത്തിലാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ആ ഒരു വലിയ പ്രതിപക്ഷ ഐക്യം അത് സ്വാഭാവികമായിട്ടും ഇത്തവണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു, ജാതി രാഷ്ട്രീയമാണോ അത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലാണോ അവർ വീഴുന്നതെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്, മീഡിയ 1.